മക്കൾ വഴിപിടച്ചു പോയാൽ അതിൻ്റെ പഴി കേൾക്കുന്നതും ദുരിതം അനുഭവിക്കുന്നതും പലപ്പോഴും അച്ഛനമ്മമാരായിരിക്കും. അവർ ചെറിയ കുറ്റം ചെയ്താൽ പോലും ന്യായീകരിക്കാനോ രക്ഷപ്പെടുത്താനോ ശ്രമിക്കരുത്. ആലുവയിൽ മകനോട് അമിതമായ സ്നേഹം കാണിച്ച ഒരു പോലീസുകാരൻ വിരമിക്കാൻ 1 മാസം മാത്രം ബാക്കി നിൽക്കുകയാണ് ജയിലിലായത്. 28 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിൽ മുഖ്യപ്രതി നവീനെ രാജ്യം വിടാൻ സഹായിച്ചതിലാണ് ഗ്രേഡ് SI ആയ പിതാവ് സാജൻ പോലീസിൻ്റെ പിടിയിലായത്. നവീനും കൂട്ടാളികളും ഇതോടൊപ്പം പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട്. ഈ കേസ് എല്ലാ മാതാപിതാക്കൾക്കും ഒരു പാഠമാകട്ടെ. കഴിഞ്ഞ ദിവസമാണ് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ 28 കിലോ ഓളം കഞ്ചാവുമായി ഒഡീഷ കന്ത്മാൽ സ്വദേശികളായ രജനീകാന്ത് മാലിക്, ചക്ദോൽ മാലിക്, ശർമാനന്ദ് പ്രധാൻ എന്നിവർ പിടിയിലായത്. കുന്നത്തുനാട് സ്വദേശി നവീൻ എന്ന 21-കാരന് വേണ്ടിയായിരുന്നു ഇവർ കഞ്ചാവ് എത്തിച്ചതെന്ന് പോലീസ് അന്നു തന്നെ കണ്ടെത്തി. പിന്നീട് ജീപ്പിൽ സഞ്ചരിച്ച നവീനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞു. തുടർന്ന് തടിയിട്ടപ്പുറം സ്റ്റേഷനിലെ ഗ്രേഡ് SI ആയ പിതാവ് സാജനെ SP ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയെങ്കിലും മകൻ എവിടെയാണെന്ന് അറിയില്ലെന്നായിരുന്നു മറുപടി. അതിനിടെ നവീൻ ദുബായിലേക്ക് കടന്നു. നവീൻ രാജ്യം വിടാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തതുൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് പിതാവ് സാജനാണെന്ന് പോലീസ് കണ്ടെത്തി. ഇതോടെ നവീനെ നാട്ടിലെത്തിക്കാനായി ശ്രമം. തുടർന്ന് UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് പ്രതിയെ നാട്ടിലെത്തിച്ചാണ് പോലീസ് പിടികൂടിയത്. മകനെ രക്ഷപ്പെടാൻ സഹായിച്ച പിതാവ് സാജനെ പ്രതി ചേർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. കഞ്ചാവ് സംഘവുമായി അടുത്ത ബന്ധം പുലർത്തിയതിനും ഒളിത്താവളവും വാഹനവും ഒരുക്കി നൽകിയതിനും മുഖ്യപ്രതിയുടെ സുഹൃത്തുക്കളായ ആൻസ്, ബേസിൽ തോമസ് എന്നിവരും പിടിയിലായി. റൂറൽ SP വിവേക് കുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ റെയ്ഡിലാണ് തീവണ്ടിയിൽ കടത്തുകയായിരുന്ന കഞ്ചാവ് കണ്ടെത്തിയത്. ന്യൂസ് 18 കൊച്ചി.